Good morning. Moral Science Standard 5. The next lesson, Unit 6. I love India. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. This lesson is actually dealing with Sarojini Naidu, the Nightingale of India, India's most famous poetess, who has written her all poems in English language. English Indian poets. Sarojini Naidu, the Nightingale of India, wrote a poem named Indian Thieves. She wrote the poem regarding the work of weavers of India, Indian നെയ്ത്തുകാർ, അവരുടെ അധ്വാനത്തെക്കുറിച്ചും അവർ ധരിക്കുന്ന വസ്ത്രവും. ഇതിനകത്ത് നായിഡു പറയുന്നുണ്ട്, ജനിക്കുന്ന കൊച്ചിന്റെ റോക്സ് ഓഫ് എഴുതുമ്പോൾ അരിഞ്ഞാണച്ചരട് അല്ലെങ്കിൽ ചരട്, കുട്ടി ഉടുക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ചരടെന്നാണ്. കുട്ടി ജനിക്കുന്ന കുട്ടിക്ക് ആദ്യം ഉണ്ടാക്കുന്ന അരഞ്ഞാണച്ചരട്, അരഞ്ഞാണച്ചരട് മുതല് ചരട് നെയ്യുന്നതാണ് അല്ലേ. അരഞ്ഞാണച്ചരട് മുതൽ മരിക്കുന്ന ആളുടെ ദേഹത്ത് പുതപ്പിക്കുന്ന വസ്ത്രം, ശവസംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉടുപ്പിക്കുന്ന വസ്ത്രം വരെ നെയ്ത്തുകാരിൽ നെയ്യുന്നു. അതുപോലെ രാജകുമാരി മണവാട്ടിയുടെ കല്യാണ ശിരോവസ്ത്രം വരെ നെയ്യുന്നത് ഇന്ത്യൻ നെയ്ത്തുകാർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്ത്രം ഇന്ത്യൻ വസ്ത്രമാണ്. ലോകത്തിൽ പരുത്തി എന്ന് പറയുന്ന തുണി, പരുത്തിച്ചെടി വളരുന്നത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ. മഹാരാഷ്ട്രയാണ്. അതുകൊണ്ടാണ് സൂറത്ത്, ഗുജറാത്ത്, സൂറത്ത് ആണ് ഏറ്റവും കൂടുതൽ തുണിയുടെ. ബോംബെയിൽ സൂറത്താണ് മില്ലുകൾ. നമ്മളുടെ സ്കൂളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ യൂണിഫോം ബോംബെയിലെ മില്ലിൽ നെയ്തതാണ്. അതുകൊണ്ടാണ് ആ വസ്ത്രം, ആ യൂണിഫോം വേറെ കടകളിൽ കിട്ടത്തില്ല. നമ്മൾ ഓർഡർ ചെയ്ത് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി മാത്രം നെയ്തതാണ്. 1000 മീറ്റർ ആണ് നമ്മൾ, ഏതാണ്ട് 1500 മീറ്ററാണ് നമ്മൾ ഷർട്ട് പാൻറ് എടുത്തിരിക്കുന്നത്. 1500 മീറ്റർ തുണി. അത് നമുക്ക് വേണ്ടി 1000 മീറ്റർ കൂടുതൽ ഓർഡർ കൊടുത്താൽ ബോംബെയിൽ RS മീറ്റർ എന്ന് പറയുന്ന മില്ലിലാണ് നമ്മുടെ യൂണിഫോം നെയ്യുന്നത്. അവിടെ നമ്മൾ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തുണി വേറെ കിട്ടത്തില്ല, അതേ തുണി ഒരിക്കലും കിട്ടത്തില്ല. നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അവരാ തുണി അതുപോലെ ആ തുണി നെയ്താൽ കൊടുക്കത്തുള്ളൂ. 1000 മീറ്റർ കിട്ടിയാൽ അവർ നെയ്യും. ഇവിടെ 1500 മീറ്ററാണ് നമ്മളെന്നെ ഓർഡർ ചെയ്തത്. 1500 മീറ്റർ തുണിയാണ്. അതുകൊണ്ട് ഇത് നെയ്ത്തുകാർ നെയ്തതാണ്. അപ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ വർക്കിനെ കുറിച്ചും ഒക്കെയാണ് സരോജിനി നായിഡു ഈ പോയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഞാനൊക്കെ ഇംഗ്ലണ്ടിൽ ഒക്കെ പഠിക്കാൻ പോയത് അവിടുത്തെ വസ്ത്രങ്ങളെല്ലാം ഈ ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ഒരിക്കലും മെയ്ഡ് ഇൻ ഇന്ത്യ എടുത്തില്ലെന്ന് മാത്രം. ഇവിടുത്തെ പരുത്തി കൊണ്ടുള്ള, പരുത്തി എന്ന് പറയുന്ന കോട്ടനാണ്. നമ്മുടെ പഞ്ഞി പോലെ തന്നെ ഇരിക്കും. അത് പൊട്ടിച്ച് കമ്പി എടുത്താണ് വസ്ത്രം ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ, നിങ്ങൾക്കറിയാം, നമ്മുടെ കറൻസി നോട്ട്, ഇപ്പോഴത്തെ ഇന്ത്യയിലെ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നത് ഈ പഞ്ഞി ഉപയോഗിച്ചാണ്. പഞ്ഞി പശകളെ ചേർത്തിട്ടാണ്. അല്ലാതെ മുപ്പൾപ്പ് കൊണ്ടുള്ള പേപ്പർ അല്ല ഇപ്പോഴത്തെ നമ്മുടെ രൂപ നോട്ട്. ഇത് രൂപ നോട്ട് മൈസൂരിലെ പ്രസ്സിൽ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പഞ്ഞി പശകളെ ചേർത്ത് ഇളക്കി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഷീറ്റാക്കി ഉണക്കി കട്ട് ചെയ്ത് ആണ് രൂപ നോട്ട് പ്രിന്റ് ചെയ്യുന്നത്. നമ്മുടെ രൂപ നോട്ട് അതുകൊണ്ടാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച നോട്ട് ഇതായിട്ട്. പഞ്ഞിയാണ് സംഭവം. അപ്പൊ ഇങ്ങനെ ഒരുപാട് നമുക്ക് നോക്കാം. We may have different religion, different language, different colored skin, but we all belong to one human race. കോഫി അണ്ണൻ, കോഫി അണ്ണൻ അല്ല, കോഫി അണ്ണൻ, അണ്ണാൻ്റെ വൈദ്യുതല്ല. കോഫി അണ്ണൻ എന്ന് പറയുന്നത് നമ്മളുടെ UN-യുടെ സെക്രട്ടറി ജനറലാണ്. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറൽ കോഫി അണ്ണൻ. കോഫി അണ്ണൻ ആഫ്രിക്കൻ കമ്പനി കോഫി അണ്ണൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കാണ്. നമുക്ക് പല മതങ്ങളുണ്ട്, പല അർത്ഥങ്ങളുള്ള
ചെയ്യുന്നത് വർണ്ണനപ്പെട്ടവർ. മനുഷ്യനൊന്നും ഒരു വർഗ്ഗമില്ല. കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ക്രിസ്ത്യനുണ്ട്, ഹിന്ദുവുണ്ട്, പാഴ്സിയുണ്ട്, ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ജൈനുണ്ട്, പഞ്ചാബിയുണ്ട്, മറാഠിയുണ്ട്, മലയാളിയുണ്ട്, ഹിന്ദിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെല്ലാം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗത്തിൽപ്പെട്ടവർ. മനുഷ്യർ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഈ വസ്ത്രം എവിടെ നിന്ന് വരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഇത് ബേസിക്കലി പരുത്തി എന്ന് പറയുന്ന ചെടി, പരുത്തി ചെടി, അതിന്റെ കാ പൊട്ടി അതെടുത്തിട്ട് അതിന്റെ നൂല് പഞ്ഞി എടുത്തിട്ട് അത് റൺ ചെയ്ത് രീതിയിൽ അത് എടുക്കുന്നതാണ് പരുത്തി നൂല്, ത്രെഡ്. ഈ ത്രെഡ് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ക്ലാസ്സിലുണ്ട്, സയൻസിലുണ്ട്, നൂല് ഉപയോഗിച്ചാണ് വസ്ത്രം ചെയ്യുന്നത്. പിന്നെ അതിന് ചായ കിട്ടും, അതാണ് ഡൈയിങ് എന്ന് പറയുന്നത്, ചായ. ഇപ്പൊ ഡൈയിങ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ചായ മുക്കിയാണ് പലത്. ഇപ്പം എന്റെ ഈ കുപ്പായം നോക്കി, ഇത് കോട്ടണാണ്, പക്ഷെ ഇതിനെ ഉണ്ടാവും ഒരു ചായ മുക്കിയിട്ടില്ല. ഇങ്ങനെ ചായ മുക്കാത്ത വസ്ത്രമാണ് വൈറ്റ് ഡ്രസ്. യഥാർത്ഥത്തിലെ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ കോട്ടൺ. ഇത് ചായ മുക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് സൂപ്പർ വൈറ്റ് ഇടയ്ക്കൊന്ന് മുക്കും, അത്രയേ ഉള്ളൂ. ഇതൊരു ചായ മുക്കാത്തതാണ്, അതുകൊണ്ടാണ് വൈറ്റ് ഡ്രസ്സ്. കണ്ടല്ലോ. അപ്പോൾ ആദ്യം എടുക്കുന്ന വസ്ത്രം എന്നുള്ളത് ഇതാണ്. ഇനി ഇത് ചായ മുക്കുമ്പോഴാണ് പല കളറുകളാണ്. പിന്നെ അതേ കയ്യിലെ നൂലുകൾ ഉപയോഗിച്ച് എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ചുരിദാർ, അതുപോലെ ജാക്കറ്റ്, പിന്നെ സാരി ഒക്കെ അതിൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഡൈയിങ് ചെയ്യുന്നതാണ് പല. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് പരുത്തി എന്ന് പറയുന്നത്, ഇതാണ് കോട്ടൺ. ഇത് കോട്ടൺ ഡ്രസ്സാണ്. ഓക്കെ, then what you are being thought about the vibrant and vivid colors of the costumes of India. ഇന്ത്യയിലെ വ്യത്യസ്തമായ ചമയങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഓരോ കലാരൂപങ്ങളൊക്കെ ചമയങ്ങൾ, ഡാൻസിനൊക്കെ വ്യത്യസ്ത ഡ്രസ്സിട്ടുണ്ട്. വൈബ്രന്റ് ആൻഡ് വിവിഡ് കണ്ടോ. ഡാൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡ്രസ്സാണ്. കോട്ടനുള്ള, ശീലങ്ങളുള്ള, പറയുന്നത് വസ്ത്രങ്ങൾ ധരിച്ചാണ്. വസ്ത്രങ്ങൾ കൊണ്ടുള്ള പരിപാടിയാണ് കൂടുതൽ. Weaving has been traditional industry of several countries in India. In ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഏറ്റവും വലിയ വ്യവസായമായിരുന്നു വീവിംഗ്. വീവിംഗ് എന്ന് പറഞ്ഞാൽ നെയ്ത്ത്. ഞാൻ ഇത് നെയ്യുന്നത് നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആലപ്പുഴയിൽ ചെന്നാൽ അവിടെ ഒത്തിരി നെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി കാണും. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഏത് സമയത്ത് നമുക്ക് വേണം പോകാം, നെയ്ത്തുശാലയിൽ പോകാം, നേരിട്ട് വസ്ത്രം നെയ്ത് കാണാം. ആലപ്പുഴ ചെന്ന് ഇഷ്ടം പോലെ നമുക്ക് വസ്ത്രം നെയ്തെടുത്ത് കാണാം. അതുപോലെ ഗാന്ധിയുടെ ആശ്രമം വർദ്ധ, ഗാന്ധി താമസിക്കുന്ന ഗാന്ധിയുടെ വർദ്ധ, അവിടെ പോയാലും അവിടെ വീവിംഗ് ഉണ്ട്. ഗാന്ധി നെയ്തുകൊണ്ടിരുന്ന ചക്ക ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അവിടെ മഹാരാഷ്ട്രയിൽ നിന്ന് നാഗ്പൂരിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ കൊണ്ടാണ് വർദ്ധ എന്ന് പറയുന്നത്. അവിടെയാണ് ഗാന്ധി താമസിക്കുന്നത്. അപ്പൊ ഗാന്ധി സ്വയം ചക്കയ്ക്കകത്ത് നൂലുകൊണ്ട് നെയ്തിട്ട് ആ ധോത്തി ആണ് ഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ട്, മേടിക്കുന്നത്. Different regions of India famous for different types of weaving, producing varieties of fabric. Fabric എന്ന് പറഞ്ഞാൽ വസ്ത്രം. വസ്ത്രം ഇംഗ്ലീഷ് പറഞ്ഞാൽ ഫാബ്രിക്, വസ്ത്രം കേട്ടോ. varieties of fabrics, വസ്ത്രം. വ്യത്യസ്ത വസ്ത്രങ്ങൾ കേട്ടോ. പാൻറ്റുണ്ട്, ഷർട്ടുണ്ട്, അതുപോലെ അച്ഛന്മാരുടെ കുപ്പായുണ്ട്, ചുടിദാറുണ്ട്, ചുന്നിയുണ്ട്, അല്ലെ, ഷാൾ ഹിന്ദി പറഞ്ഞാൽ ചുന്നി, ചുരിദാർ അല്ല, ചുടിദാർ പഞ്ചാബിയാണ് ചുടിദാർ. അതുപോലെ സൽവാർ കമീസ്, ദുപ്പട്ട, ധോത്തി, അല്ലേ, അതുപോലെ ഇങ്ങനെ ഇഷ്ടം പോലെ വസ്ത്രങ്ങളുണ്ട്. രാജസ്ഥാന കന്യകളെല്ലാം പാവാട ഇട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ പഞ്ചാബിൽ കഴിയുമ്പോൾ തന്നെ സൽവാർ കമീസ്, അല്ലേ, തമിഴ്നാട്ടിൽ കഴിയുമ്പോഴാണ് സാരി, കേരള സാരി. അപ്പോൾ ഇങ്ങനെ വിവിധ വസ്ത്രങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ. Read the poem Indian Weavers written by famous poet of India, Sarojini Naidu, fondly referred to as Nightingale of India. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പറയുന്ന സരോജിനി നായിഡുവിന്റെ പോയമാണ് ഇന്ത്യൻ വീവേഴ്സ്. ഇന്ത്യൻ നെയ്ത്തുകൾ അവരെ കുറിച്ച് പറയുന്നതാണ്. Weavers weaving in the break of day, while you weave a garments away. നെയ്ത്തുകാരൻ സന്ധ്യയാകുന്നിടം വരെ, രാവിലെ പ്രഭാതം മുടങ്ങുന്നത് നെയ്യാൻ തുടങ്ങും. എവിടം വരെ? സന്ധ്യ വരെ, രാത്രി സന്ധ്യ വരെ നെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഗാർമെന്റ്സ് ഒക്കെ നല്ല ഗാർമെന്റ്സിന്റെ വസ്ത്രം, വെളുത്ത ഇതാണ് നെയ്ത്തുകാരുടെ. ഇനി പിന്നെ ചായ അടിക്കുമ്പോഴാണ് ചുവരെ വെച്ച് കളർ. ചായ അടിച്ച് എങ്ങനെയും
ഇതാണ് നെയ്ത്തുകാർ വരുന്ന അവസ്ഥ കണ്ടോ. ഇത് ഡയറക്റ്റ് ആണ്, പക്ഷെ ഇതിനെ വില കൂടുതൽ. ചായ എടുക്കുന്നതിന് വില കുറവ്, കാരണം ഇതിന് നല്ല നൂല് വേണം. വെള്ള വസ്ത്രം ചായ എടുക്കുന്നതിന് മോശമായ നിലപ്പെടും. അതുകൊണ്ട് എപ്പോഴും നല്ല വസ്ത്രം വെള്ളയ്ക്കാണ് ഏറ്റവും കൂടുതൽ വില. ഈ തുണി ഒരു മീറ്ററിന് 300 രൂപയോളം വേണം ഉണ്ടാക്കി. 300 രൂപയ്ക്ക് മുകളിൽ കൊടുത്താൽ ഈ തുണി കിട്ടും. ഇത്രയും നല്ല തുണി ഇവിടെ കിട്ടത്തുമില്ല. ഇത് ഗൾഫിൽ നിന്ന് ഇവിടുത്തെ വസ്ത്രം ഗൾഫിച്ചിട്ടുണ്ടാവുന്നത്. അത് ഇവിടെയൊന്നും കിട്ടത്തില്ല, ഇവിടുന്ന് കയറ്റി പോകും. അപ്പോൾ നല്ല ഇവിടുന്നെങ്കിൽ മീറ്ററിന് 300 രൂപയോളം. ഈ കുപ്പായം തയ്ക്കണമെങ്കിൽ 5.5 മീറ്റർ തുണി, പിന്നെ അകത്ത് ലൈനിങ് 2 മീറ്റർ, മൊത്തം 7.5 മീറ്റർ തുണി വേണം. അപ്പോൾ ഒരു കുപ്പായം തയ്ക്കണമെങ്കിൽ ഇതിൻ്റെ തയ്യൽ കൂലി 1500 രൂപ. ഒരു കുപ്പായത്തിന് 1500 രൂപ. ഇത്രയും മുടക്കാണ് ഒരു കുപ്പായത്തിന് ചെലവ്. 10,000-4,000 രൂപയോളം ആകും ഒരു കുപ്പായം കൊണ്ടുവരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3,000-3,500 അടുത്തൊക്കെ അത് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഇത്രയും ചെലവുണ്ട്. നല്ല വസ്ത്രം വേണം. ബ്ലൂ കണ്ടോ, പല കളറുകളിലുള്ള കണ്ടോ. കൊച്ചുകുട്ടിയുടെ കല്യാണച്ചടങ്ങിന് മുന്ന് പിന്നെ മണവാട്ടിയുടെ തലയിലിരുന്ന നെറ്റ് വരെ ആരാ? വീവേഴ്സ്. വീവിംഗ് ഹാർഡ് ഓഫ് സന്ധ്യ വരെ വസ്ത്രം നല്ല ബ്രൈറ്റ് ലൈക്ക് ദ പ്ലംസ് ഓഫ് എ പീകോക്ക് പർപ്പിൾ. പ്ലംസ് ഓഫ് എ പീകോക്ക് മയിലിന്റെ ഏറ്റവും നല്ല പച്ചയാണ്. പിന്നെ പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറച്ചിയുടെ കളറാണ്. പർപ്പിൾ ഇറച്ചി, ഫ്രഷായിട്ടുള്ള ഇറച്ചി കൊണ്ടുവന്ന് ഒരു പെയിൽ ചുമല കളറില്ല, അത് പറഞ്ഞ പേരാണ് പർപ്പിൾ. അപ്പോൾ ഇങ്ങനെ പല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ നെയ്യും. ലൈക്ക് plums of a peacock, purple and green, weave the mighty grace of a queen. ഒരു മണവാട്ടിയുടെ വിവാഹത്തിനോട് തലത്തിരിക്കുന്ന നെറ്റ് വരെയും വീവേഴ്സാണ് ചെയ്യുന്നത്. വീവേഴ്സ് വീവ് ഇൻ സോളമൻസ് വീവിംഗ്. വാട്ട് യു വീവ് ഇൻ ദ മൂൺലൈറ്റ് വീവിംഗ്. കണ്ടോ, ചന്ദ്രന്റെ പ്രകാശത്തിലും രാത്രിയിലും അവർ ചിലപ്പോൾ ഇത് നെയ്യും. നെയ്തോട്ട് വൈറ്റ് ആസ് എ ഫെദർ ആൻഡ് വൈറ്റ് ആസ് എ ക്ലൗഡ്. മേഘം പോലെയും തൂവൽ പോലെയും പക്ഷിയുടെ തൂവൽ പോലെയും നല്ല വെണ്മയുള്ള വസ്ത്രങ്ങൾ. അതായത് മരിക്കുന്നയാളെ ശവടക്കാനായിട്ട് അറിയാമല്ലോ, മരിക്കുന്നവർക്കെല്ലാം നല്ല വെള്ള വസ്ത്രമാണ് ഇരിക്കുന്നത്. വെള്ള വസ്ത്രം ധരിക്കുകയല്ല മരിക്കുന്നവരെ, അവരെ പതപ്പിക്കും. അത് നല്ല അങ്ങനെ മരിക്കുന്ന ആൾക്ക് ശവടക്കത്തിന് ധരിപ്പിക്കുന്ന വസ്ത്രം വരെ നെയ്യുന്നത് നെയ്ത്തുകാരാണ്. അപ്പോൾ ഇന്ത്യൻ നെയ്ത്തുകാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് സരോജിനി നായിഡു ഈ പറയുന്നത്. അവരുടെ കഴിവുകൾ, അവർ ചെയ്യുന്ന വർക്കുകളാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ വീവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് സ്മരിക്കപ്പെടണം. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെ വസ്ത്രങ്ങളിൽ നെയ്യ് വസ്ത്രത്തിൻ്റെ ഈ പരുത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വസ്ത്രം. അതിൻ്റെ നൂല് ഇവിടെയാണ്, അതിൻ്റെ പരുത്തി ചെടി, അതിൽ നിന്നാണ് നൂലെടുക്കുന്നത്, കോട്ടൺ നൂല്. അതുകൊണ്ടാണ് ഈ വസ്ത്രങ്ങൾ നെയ്യുന്നത്. ഈ വസ്ത്രങ്ങൾ ലോകത്ത് മുഴുവൻ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സൂറത്തും ബോംബെയിൽ നിന്നുമാണ് വസ്ത്രങ്ങൾ മുഴുവൻ കയറിപ്പോകുന്നത്. അപ്പോൾ ഈ വസ്ത്രങ്ങളുടെ നെയ്ത്തുകാരെക്കുറിച്ച് അവരുടെ പ്രയത്നങ്ങൾ വിലമതിക്കപ്പെടണം. ഇതാണ് സരോജിനി നായിഡു കവിതയിലൂടെ. ഓക്കെ, then watch the video, read the text, write the notes, then I will send the notes also. Okay.